എനിക്ക് വീടില്ല, എന്നെ ഇവിടുന്ന് പാക്ക് ചെയ്ത് ഇവിടെ വിടാനുള്ളത്. ഇനി അവിടെ ചെന്നാലോ, അവിടെ എന്താ അവളോട് പറയുന്നത്? എടി ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ചെല്ലുന്ന മൊമെൻറ്റ് മുതൽ ആ പെൺകുട്ടിയോട് അവിടെ ഉള്ളവർ പറയുന്നത്, എടി ഇനി മോൻ്റെ കാര്യം നീയാണ് നോക്കേണ്ടത്, അവൻ്റെ ഫുഡ് ഹാബിറ്റ് ഇതാണ്, അവൻ്റെ ഡ്രസ്സിങ് ഹാബിറ്റ് ഇതാണ്, അവൻ ഇത്ര മണിക്ക് ഇനിയെല്ലാം നീ നോക്കണം. അപ്പോൾ ഇവൾ 23 വയസ്സ് സ്വന്തം വീടല്ല ജീവിക്കുകയും അത് കഴിഞ്ഞ് അപ്പുറത്തൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇതേ ഇൻസെക്യൂരിറ്റി. അപ്പോൾ പെൺകുട്ടികൾക്ക് പലപ്പോഴും വീടില്ല. എനിക്ക് രസകരമായി തോന്നിയ കാര്യം, ഇപ്പം ഞാൻ വായിച്ചൊക്കെ തുടങ്ങുന്നൊരു സമയമുണ്ട്. അതായത് നമ്മൾ അച്ഛനൊക്കെ അറിയാം, നമ്മുടെ ഒരു വായനയൊക്കെ തുടങ്ങുന്ന എപ്പോഴാണ്? പണ്ട് കുട്ടിക്കാലങ്ങളിൽ വീടുകളിൽ വരുന്ന പേപ്പർ എന്ന് വെച്ചാൽ ഇപ്പം വെല്ലുമ്മച്ചിയുടെ കൂടെയാണ് ഞാൻ കുട്ടിക്കാലത്ത് കടയിലൊക്കെ പോകുന്നത്. അപ്പം ഇന്നിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നല്ലോ, അന്ന് ഒരു മാസത്തിൽ ഒരു ഓട്ടോ വിളിച്ചൊരു കടയിലോട്ട് പോകും, അവിടെ കുറേ സാധനങ്ങൾ വാങ്ങിക്കും, അതെല്ലാം ചണം വെച്ച് കെട്ടി വലിയ പാക്കറ്റായി കൊണ്ടുവരും, വീട്ടിൽ വന്ന് ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ ഇതെല്ലാം ഡപ്പികളിലേക്ക് ആക്കും, ഇപ്പോൾ പേപ്പർ എടുത്തിങ്ങനെ കളയും. ആ പേപ്പറിൽ നിന്നൊക്കെയാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ രസകരമായി പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മൾ എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു വാർത്തയാണ്, ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരുമകൾ മരിച്ചു. ഭയങ്കര വാർത്ത. ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരുമകൾ മരിച്ചു, ഗ്യാസ് സിലിണ്ടർ പൊട്ടി മരുമകൾ മരിച്ചു, ഭർത്തൃഗൃഹത്തിൽ നവവധു മരിച്ചു, ഇങ്ങനെ വാർത്ത കണ്ടിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടി എന്താണ് അമ്മായിമ്മ മരിക്കാത്തത്? ഗ്യാസ് സിലിണ്ടർക്ക് എപ്പോഴും മരുമകളോട് മാത്രം എന്താണ് താല്പര്യം, മരുമകളോട് മാത്രം ദേഷ്യം എന്താണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് സിലിണ്ടർ വെറുതെ പൊട്ടുന്നില്ല, പൊട്ടിക്കുന്നതാണ്.